ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കുറേ നാളെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം എല്ലാവരും ചോദിക്കുമോ ഇപ്പം എന്താ നിങ്ങൾ വീഡിയോ ഒന്നും ചെയ്യാത്ത, പഴയ പോലെ വീഡിയോ ഒന്നും ഇടാത്ത എന്താണെന്ന് പറഞ്ഞ് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഞങ്ങളിപ്പം വിചാരിച്ച് വീഡിയോ ഒന്നും ഇടാമെന്ന്. അപ്പോൾ പൊന്നൂസിനും അണ്ണനും പനിയാണ്. അന്നേരം ആവി പിടിക്കാൻ വേണ്ടി ആവി തിളപ്പിക്കാൻ വെച്ചേക്കുക. പിന്നെ കുറച്ച് ചൂട കിട്ടി, അന്നേരം അത് തോരൻ വെക്കണം. ഞങ്ങൾ ഈ ചൂട തോരൻ വെക്കുകയെന്ന് പറയുന്നത്. ചില സ്ഥലത്തൊക്കെ ചിലർ പീര വെക്കുകയെന്ന് പറയും. നിങ്ങളൊക്കെ എന്തുവാ പറയുന്നതെന്ന് കമന്റ് ചെയ്യണേ. അല്ല എഴുതിയാ എന്തൊക്കെ നോട്ട് എഴുതാറുണ്ടായിരുന്നു. നേരത്തെ മീനൊക്കെ മീനായത് ചൂട. ഇത് പൊന്നൂന്റെ മീനായിരുന്നു. ഇന്ന് രാവിലെ ചോറ് കൊണ്ടുപോകാൻ എടുത്തതിന്റെ ബാക്കിയായിരുന്നു. പക്ഷെ തിന്നില്ല. പൊന്നൂന് ചൂട ഇഷ്ടം. മാത്സ് പഠിപ്പിച്ചു, മലയാളം പഠിപ്പിച്ചു, ഇംഗ്ലീഷ് പഠിപ്പിച്ചു. കുഞ്ഞിന് പനിയാ. എന്നാലും പനിയാ. എനിക്കായിരുന്നു ആദ്യം പനി. അമ്മ എല്ലാവർക്കും പനി. ഞാനോ? അതെ. ലേഖാമ്മയ്ക്കായിരുന്നു ആദ്യം പനി. ലേഖാമ്മയ്ക്കായിരുന്നു ആദ്യം പനി. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞു പോയി നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ചു. ആ പനി എനിക്ക് കിട്ടിയപ്പോഴത്തേക്ക് അമ്മയുടെ പനി ഇവിടെ പോയി. എനിക്ക് അന്നേരം പോയി മരുന്ന് വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയിരുന്നു അല്ലേ? മുമ്പേ വന്നത്. ട്യൂഷന്റെ അടുത്തെല്ലാം എഴുതിയായിരുന്നു. ട്യൂഷന്റെ അടുത്തെല്ലാം എഴുതിയ ബുക്കില് വന്നോ? ഏത് വിഷയോ? കെമിസ്ട്രി. പുതിയതൊന്നുമില്ല, എല്ലാരും പഴയ കൂട്ടുകാരികളാണ്. ഇച്ചിരിയും ചോറ കഴിച്ചോളൂ പൊന്നൂസ്. അതെ. വിശപ്പില്ലയോ? കഷ്ടപരായിട്ടില്ലല്ലേ ഇരുന്നേ പൊന്നു? ഞാനെന്തോ ഒരു ആ ചോയ്സിന്ന് വെച്ച ബുക്ക് നല്ല ബുക്കല്ലയോ? നല്ല കട്ടിയുണ്ട്. ക്ലാസ്മേറ്റിന്റെ ബുക്കിന് കട്ടി കുറവാണോ? കട്ടി കുറവാ. താങ്ക് യു. അതെ. കൊള്ളാത്തോണ്ടോ? കൊള്ളായിരുന്നമ്മേ, സീരിയസ് ആയിട്ട്. എന്തോടെ നാളെ ചൂട വറുത്തത്, ചമ്മന്തി, പിന്നെന്തോടെ കോവയ്ക്ക. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി. പൊന്നുവിന്റെ ഇഷ്ടമുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, ചക്കക്കുരു മെഴുക്കുവരട്ടി, കോവയ്ക്ക മെഴുക്കുവരട്ടി, പിന്നെ പാവയ്ക്ക. ഇല്ലയോ? നേരത്തെ ഇഷ്ടമല്ലായിരുന്നു. പയറ് മെഴുക്കുവരട്ടി ഇപ്പൊ ഇഷ്ടമല്ലയോ? പയറ് കണ്ണൂടാ. എനിക്ക് പണ്ട് പാവയ്ക്ക ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇപ്പൊ പിന്നെ ഇഷ്ടമാണ്. നേരത്തെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാനേ ബാലവാടി പഠിക്കുമ്പോ പാവയ്ക്ക മെഴുക്കുവരട്ടി, ചമ്മന്തി, മുട്ട പൊരിച്ചതൊക്കെ. പാവയ്ക്ക മെഴുക്കുവരട്ടി മാത്രം വരത്തിനായിരുന്നു. ബാലവാടിയിലേ മുട്ട പൊരിച്ചതും. ഞങ്ങള് സ്കൂളിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങള് കഞ്ഞിയൊക്കെ ആയിരുന്നു കുടിക്കുന്നത്. കൊച്ചു പിള്ളേർക്ക് കഞ്ഞി വിളമ്പി കൊടുത്തിട്ട് നമ്മള് പോയി കഞ്ഞി. ഞാനും കഞ്ഞി കുടിക്കുമായിരുന്നു. വലിയ പാത്രത്തിൽ പയറും കഞ്ഞി. കൂട്ടുകാരുടെ 6-7 പേര് വട്ടയിലക്കകത്തി പയറ്, ചോറ്റുപാത്രത്തിൽ കഞ്ഞി. ഇപ്പൊ കഞ്ഞിയുണ്ടോ? ഇപ്പൊ കഞ്ഞിയല്ലേ, ചോറാ. ചോറും സാമ്പാറും തോരന്. 8ാം ക്ലാസ്സുകാർക്കുണ്ടോ? 7 വരെ ഉള്ളെന്ന് തോന്നുന്നു, അല്ലയോ?
എനിക്ക് അറിയത്തില്ല, അവിടുന്ന് കഴിക്കാത്തോണ്ട്. അടുത്ത 9ാം ക്ലാസ്സിലാണ്. 2 വർഷം 10 ഇല്ലേ? ഹൈസ്കൂളുകാർക്കില്ലെന്ന് തോന്നുന്നു. 8, 9, 10 കഞ്ഞി ഇതില്ല, ചോറൊന്നും ഇല്ല. 7 വരെ ഉള്ളു. 5 തൊട്ട് 7 വരെ. രാധ ടീച്ചറിനെ കാണുമോ? മിണ്ടുവോ? രാധ ടീച്ചറിനെ ഒന്ന് വിളിക്കണം. ഡ്രോയിങ് പഠിപ്പിക്കുന്നുണ്ടോ ഇപ്പൊ? അയ്യോ, ഡ്രോയിങ് ബുക്ക് മേടിക്കാൻ മറന്നുപോയി. അയ്യോ, ഇന്നലെ ഞാൻ മറന്നുപോയടെ. ഒന്നെ വരച്ച പടങ്ങളൊക്കെ ഇല്ലേ ഇരിക്കുന്നല്ലേ? അതൊക്കെ ഒന്ന് വേണമെങ്കിൽ നല്ല വൃത്തിയായിട്ട് വരയ്ക്കാം അല്ലേ? മടിയാ. എന്താണ് മടി? അങ്ങനെ വരയ്ക്കാനുള്ള സമയമില്ല. ഇനിയിപ്പോ വരയ്ക്കാൻ സമയമില്ല. സ്കൂൾ അടച്ച സമയത്തായിരുന്നു. ട്യൂഷന്റെ അടുത്തേം പഠിക്കണം, സ്കൂളിലേയും പഠിക്കണം. പഠിക്കുന്നു, ചോറ് കഴിച്ച് കഴിഞ്ഞു. നാളെ പുതിയ വിശേഷങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നാളെ ഒരു ചക്ക ചക്ക വേവിക്കുന്ന വീഡിയോ. നേരത്തെ അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ? പഴംപൊരി എന്തുവാണ്ടൊക്കെ പഴംപൊരി. വേറെ എന്തൊക്കെയാ ഉണ്ടാക്കുക? പഴയ അടുക്കള പഴംപൊരി പിന്നെ ഏതാണ്ട്. ശരി എന്നാ അല്ലേ? നാളെ ഞങ്ങളൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും കുറെ ആൾക്കാർ ഞങ്ങളോട് ചോദിച്ചു വീഡിയോ ഇടാത്ത എന്താന്ന്. ചുമയുടെ മരുന്നില്ലല്ലോ. അപ്പോൾ 2 ദിവസം ഞങ്ങൾ കടയൊക്കെ തുറക്കുന്നതും കടയിലെ വീഡിയോസും എല്ലാം ഞങ്ങൾ അപ്ലോഡ് ചെയ്തു. ഷീറ്റ് കട്ട് ചെയ്യുന്നത് കുറെ വർക്കിരിപ്പുണ്ട് അല്ലേ? ബായ് പറഞ്ഞിട്ട് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.